ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ 2.0. അപ്പോൾ ഇന്ന് നമ്മളല്ല കുറേ നാൾക്ക് ശേഷം നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇടാൻ്റെ മമ്മി കുറേ ആയി. മമ്മി എപ്പോഴും പറയുന്നു ഇട്ടൂടെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു മമ്മിയോട് എന്നാൽ ചലഞ്ച് വീഡിയോസ് വല്ലതും ഇടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഈറ്റിംഗ് ചലഞ്ച് അല്ലേ നമുക്ക് ഇഷ്ടമുള്ള ചലഞ്ചുള്ളൂ. അപ്പം ശരി ഈറ്റിംഗ് ചലഞ്ച് ഇട്ടാലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇപ്പം എല്ലാവരും മമ്മി കാണിക്കട്ടെ. ഓക്കെ, ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഹോർലിക്സ് കുടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഡെയിലി ഹോർലിക്സ് കുടിക്കും ഗൈസ്. അറിയില്ല, കുറേ നേരമായി തുടങ്ങിയിട്ട്. മമ്മി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി തോന്നുന്നു. ഓക്കെ ഗൈസ്, ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോർലിക്സും കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. പിന്നെ ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് ഭയങ്കര ചൂടുണ്ട്, അതാ പ്രശ്നം. എടുക്കാൻ വേണ്ടിയിട്ട് വല്ല കല്യാണരാമനിലെ കല്യാണ പെണ്ണിനെ ആക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഷംപു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷംപൂവിന് അങ്ങനത്തെ ബെൽറ്റ് ഇടണം കേട്ടോ. അതുകൊണ്ടാണ്. അതുകൊണ്ട് മുങ്ങോ രണ്ടാളും കൂടെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചലഞ്ചിന്റെ സെറ്റപ്പ്. ഒരു മിനിറ്റ്, ഉണ്ണിച്ചക്കനും ഉണ്ണിക്കും അറിയില്ല അത് ഏത് ചാനലിലേക്കുള്ള വീഡിയോ ആണ്, സെക്കൻഡ് ചാനലിലേക്കുള്ള വീഡിയോ ആണ്. നമുക്കറിയോ? വലിയ വിള കുട്ടിയാലോ. നല്ല കുട്ടിയാണോ? ഈ നല്ല കുട്ടിയാണോ? നമ്മുടെ കുട്ടി അറിഞ്ഞിട്ടില്ലല്ലോ. എടുക്കാൻ പോയി. ഞാൻ പറഞ്ഞു എന്താ നമുക്ക് ഫ്രൂട്ട് ബേ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. എനിക്ക് വേണം, എനിക്ക് എന്റെ മമ്മിയെ കാണണം. മമ്മി എവിടെ നിന്റെ മമ്മി? തൊടുപുഴയിലല്ലേ? തൊടുപുഴയിലുള്ളതല്ല എന്റെ മമ്മി, എന്റെ വീട്ടിലുള്ള തൊടുപുഴയിലുള്ള മമ്മി ഉള്ളേ. അപ്പൊ ഇവര് രണ്ടുപേരും ജനിച്ചപ്പോ എക്സ്ചേഞ്ച് ചെയ്തതാണ്. അപ്പൊ ആർക്കൊക്കെ അറിയാം ഈ കാര്യം? എനിക്ക് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യുമ്പോ ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളും കഥ ഉണ്ടാക്കാൻ മിടുക്കത്തിയാണ്, അവനും മിടുക്കനാണ്. നമ്മുടെ കുട്ടി അങ്ങനെ പറഞ്ഞോ? ഞാനും ഇവിടെ പയ്യണ്ടായി ഉണിച്ചക്കാന്ന്. ഉച്ചക്കായിരുന്നു സീന് രണ്ടും കൂടെ റീലെടുക്കാൻ പോകും. ശരി പറയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് എടുക്കാന്നാ വിചാരിച്ചിട്ട് അപ്പോഴത്തേനും കണ്ടോ മഴ പെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ മെല്ലെ ഇങ്ങോട്ട് മാറി. നമ്മുടെ ശമ്പുണ്ണി ഹായ്, പാവിന്റെ കുട്ടി ഇരിക്കണണ്ട. അല്ല, അത് നിങ്ങൾ ഒപ്പം കൊടുക്കുമ്പോ കൊടുത്താൽ മതി. ചോക്കോ പറഞ്ഞ് കൊടുക്കാം. ചാലഞ്ച് എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ എന്താ എത്രയോ കുഞ്ഞ് ഐസ്ക്രീം ഉണ്ട്, ചോക്കോബാർ ഉണ്ട്, അതേപോലെ തന്നെ ലേസും ഉണ്ട്. അപ്പൊ 3 റൗണ്ടാണ്. 1500 രൂപയുണ്ട്. 1500 ഇത് ഗെയിം ഇതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു മേടിക്കണ പോലെ ഞങ്ങൾ ഇത് മേടിക്കരുത്. അയ്യോ, ഞാൻ അത്ര കാര്യമില്ല. ഈ പ്രായം വരെ എന്റെ കയ്യിൽ കഴിഞ്ഞിട്ട് എനിക്ക് മമ്മിയുടെ ഉണ്ണി ഞാനത് വാങ്ങിക്കുന്നതാണോ? നിങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുന്നതല്ലേ? ഞാനങ്ങനെ ഉണ്ണി ഉഷക്കഴിഞ്ഞിട്ട് 500-100 രൂപ. ഉണ്ണി സത്യം പറഞ്ഞപ്പോ ഉണ്ണി സമ്പാദിക്കുന്നത് അത്യാവശ്യം വലിയൊരാൾക്കാര് ഏൺ ചെയ്യുന്ന കാശ് ഉണ്ണിപ്പോ ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഉണ്ണിയില്ലേ, ഉണ്ണി ഇപ്പൊ വിഷ്കൈ നേട്ടത്തിന്റെ ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഉണ്ണി എന്തൊക്കെ പറഞ്ഞാലും വലിയൊരാൾക്കാർ ഏൺ ചെയ്യുന്നത് ഉണ്ണി ആയിക്കോട്ടെ, വാവ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നമ്മളെല്ലാരും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഷ്കൈ നേട്ടത്തിന്റെ അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. ഈ പെണ്ണിനെ പുറത്തേക്ക് അയക്കിയല്ലോ. അല്ല, അപ്പൊ എനിക്ക് എടുക്കണ്ടേ? ചാലഞ്ച് എന്താന്ന് വെച്ചാൽ നമുക്ക് 3 റൗണ്ട് ഉണ്ട്, അതേപോലെ 3 ഐറ്റംസ് ഉണ്ട്. കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഒരു റൗണ്ടിൽ ഇപ്പൊ ചോക്കോബാറ കഴിക്കണം. ചോക്കോബാറ കഴിക്കണമെങ്കിൽ 1 മിനിറ്റ് ടൈമിൽ അതില് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചോക്കോബാറ കഴിക്കും, സെക്കൻഡ് റൗണ്ടിൽ ലേസ് കഴിക്കും, തേർഡ് റൗണ്ടിൽ പിന്നെ ഐസ്ക്രീം കഴിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ് സമയം ഞാൻ തരും. അതിനകത്ത് കൂടുതൽ ചോക്കോബാർ കഴിച്ച ആൾക്ക് 500 രൂപ. ഇത്രയേ ഉള്ളൂ ചലഞ്ച്. അതെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ശംഭു ചിരിക്കണുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. ടൈമർ എടുത്തിട്ട് വാ. ടൈമർ മമ്മി സമയം നോക്കിയാൽ മതി. അത് മമ്മിക്കാ. ആദ്യം ചോക്കോബാർ കഴിക്കുക. അത് നമ്മൾക്ക് ഇടവേളകളിൽ കഴിക്കാം. ചോക്കോബാർ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. ഞാൻ മാംഗോബാർ കഴിക്കില്ല. ശരി, ഉള്ളതൊക്കെ പുറത്തേക്ക് എടുത്തേക്ക്. ചോക്കോബാർ കഴിച്ചിട്ട് 2 മാംഗോബാർ എക്സ്ട്രാ എടുത്തേക്ക്.
കുഴപ്പമില്ല, എടുത്തോ, എടുക്കാം. ഒരു മിനിറ്റ് സമയം കഴിക്കുവായിരുന്നു. നിങ്ങൾ വേഗം. Ready, 1, 2. അതാ കേട്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് കൊടുത്താൽ കേട്ടോ. എവിടെ? അപ്പൊ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. മണിച്ചക്ക റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്തു. ചെക്ക വേഗം. ഇത് 10 മിനിറ്റ് ആണോ വെച്ചേ? എടി 10 മിനിറ്റ് വെച്ചേക്കുന്ന്. എട്ടായി നിർത്തിക്കോ. ആ, 1 മിനിറ്റ് കൊടുത്താൽ എന്താ പറയുക, 10 മിനിറ്റ് ഒക്കെ കൊടുത്താൽ ഇവർക്ക് മുതലാവില്ല. ശരി, എന്നാൽ 2 മിനിറ്റ് തരാം. നമുക്ക് 2 മിനിറ്റ് കൊടുക്കാം കേട്ടോ. 7ക്ക് എത്തുമ്പോൾ നിർത്താം. നമ്മുടെ ഈ ഒരു ചലഞ്ചൊക്കെ കാണുന്നില്ലേ, അവരൊരു കഴിക്കുന്ന കണ്ട് തോന്നും പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ടാ കഴിക്കുന്നില്ലേ, തണുപ്പാണ് ചാലൊക്കെ. എന്താ കാണിക്കുന്നത്? അമ്മച്ചൻ പാവം. ഒരു ചോക്കോബാർ തരട്ടെ, ഇത് കഴിയട്ടെ എന്ന്. നല്ല മഴ കേട്ടോ. ഉണിച്ചക്ക 500, 1000 ഒക്കെ നേടാനുള്ള അവസരമുണ്ട്. ഉണിച്ചക്ക മതി. അപ്പൊ കോലൊക്കെ അവിടെ മതി. കോലി കണ്ടിട്ടില്ലേ? അവിടെ ഇട്, അടുത്തെടുക്ക്, അവിടെ ഇട്. വാവുകുട്ട, ഈ വേഗം. ആരും പറഞ്ഞ ഹോർലിക്സ് കുടിച്ച് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അതാ 7ക്ക് എത്താറായിട്ട് 30 സെക്കൻഡേ ഉള്ളേ. ഇത് മുകളിലാണ് കേട്ടോ. നമ്മൾ 7ക്ക് എത്തിക്കഴിഞ്ഞ് നിർത്തും. ഇനി അറിയേണ്ട 10 മിനിറ്റിലാണ് വെച്ചേക്കുന്നത്. 1 മിനിറ്റ് എന്നുള്ളത്. കഴിച്ചോ? അത് നോക്കണ്ട. അടപ്പം കൂടെ ഇതില് ടൈറ്റ് വിന്നറായിരിക്കും. ഉണ്ണിച്ചക്കൻ്റെ പകുതി പോയിട്ടുണ്ട്. സമയം കഴിഞ്ഞു. ശരി, ഒരു 3 മിനിറ്റ് തരാം കറക്റ്റായിട്ട്. നമുക്കൊരു 3 മിനിറ്റ് കൊടുക്കാം കേട്ടോ. അല്ല, 7ക്ക് എത്തിയ 3 മിനിറ്റ് തരാം. ഉണ്ണി വാക്കുട്ടിയാ ഒന്നിൽ തന്നെ ഇരിക്കണേ. വാക്കു പാവം. അമ്മച്ചൻ വേണ്ട. അമ്മച്ചൻ പാവം വേസ്റ്റ് സാധനം എനിക്ക് ഇട്ട് വെച്ചിട്ട് എടുത്തിട്ട് വന്നിരിക്കുക കേട്ടോ. പാവം ഇതാട്ടോ. ഇനിയില്ല, നമുക്ക് 30 സെക്കൻഡേ ഉള്ളൂ. 7ക്ക് എത്തിക്ക് നിർത്തും കേട്ടോ. അപ്പൊ ഞാൻ കറക്റ്റ് 30. ഉണ്ണിച്ചക്കനായിട്ട് ജയിച്ചത്. അതാ 2 ആള്. വായിന്ന് ഇറക്കണം. വാ കേട്ടോ. പാവ എൻ്റെ ഉണ്ണി, പാവട്ടോ. ഉണ്ണിച്ചക്ക എന്തായാലും കഴിഞ്ഞു. ഞാൻ ഉണ്ണിച്ചക്കനെ മുഴുവൻ കഴിഞ്ഞു. അല്ലല്ല, ഇല്ല ഉണ്ണിച്ചേട്ടനെ. അല്ലല്ല, ഉണ്ട്. സെക്കൻഡ് പ്രൈസ് 100 രൂപ. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇത് നിർത്തിക്കോ. പിടിക്കുന്ന അപ്പൊ പോട്ടെ. ഉണ്ണിച്ചേക്കനാണ് കേട്ടോ ജയിച്ചത്. അല്ല, ഉണ്ണിക്ക് അങ്ങനെ കഴിക്കാൻ സാധിക്കില്ല. പിന്നെ എന്തിനാ വെറുതെ? അല്ലല്ല, അവന്റെ ഫസ്റ്റ് കഴിഞ്ഞു. ഉണ്ണി അതെ, ടൈ ഇതാണ്. ഉണ്ണിയില്ലേ, ഒരു കുറച്ച് ഇത്ര നീളം വായിൽ വെച്ചിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവൻ ഫുള്ള് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വിന്നർ നമ്മുടെ ഉണ്ണിച്ചക്ക തന്നെയാണ്, കിരൺ തന്നെയാണ്. ബാബുട്ടി ഉണ്ണി ഒപ്പുണ്ടായിരുന്നു. സാരില്ല. അപ്പൊ എന്തായാലും ഉണ്ണിച്ചക്കൻ ജയിച്ചു. അടുത്തത് ലേസ്. ഉണ്ണിച്ചക്കന് 500 രൂപ. ഉണ്ണിച്ചക്ക 500. ഉണ്ണി 2 മിനിറ്റ് വെച്ചാൽ മതി. കറക്റ്റ് 10 മിനിറ്റ് അയക്കണ്ട. കത്തിരി എടുത്ത് തരായിരുന്നോ? ഇല്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇവിടെ ഉള്ള ഒരു സംഭവമൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി.
നിനക്ക് ഒപ്പം പോയിട്ട് ചെല്ലി അതിന് അടി ഉണ്ടാക്കും കേട്ടോ മമ്മി പറഞ്ഞോ ഇത് എത്ര മിനിറ്റ് അത് 2 മിനിറ്റ് കേട്ടോ Ready, one. എത്ര മിനിറ്റ് ഉണ്ണി 1 അല്ല 1 വെണ്ണ ശരി ഓക്കെ സ്റ്റാർട്ട് അത് എടുപ്പിച്ചതാ പാപ്പുട്ട പതുക്കെ തിന്ന പനിയും തിന്നാം ഇതിപ്പോ എല്ലാവരെക്കാളും പിന്നെ കുഞ്ഞാവ മെല്ലെ അതവിടെ എവിടെ ഇതാക്കും ഉണ്ണി മടിയിലൊന്നും വീണിട്ടുണ്ട് ഉണ്ണിച്ചക്കൻ ATM മറ്റേ ATM മെഷീനിലേക്ക് ATM ഇട്ട് കൊടുക്കുന്ന പോലെ ഉണ്ണിയുടെ കഴിഞ്ഞു ഒരു പാക്കറ്റ് കഴിഞ്ഞു കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഉണ്ണിയുടെ ഒരു പാക്കറ്റ് കഴിഞ്ഞു ഉണ്ണിച്ചക്കൻ്റെ ഒരു പാക്കറ്റ് കഴിഞ്ഞു വാ കുട്ടി വേഗം ഇതാട്ടോ ഇനി 1.5 മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഉണ്ണിച്ചക്കൻ രണ്ടാമത്തേണ് എടുത്തേക്കുന്നത് ഇത് ഒത്തിരി വായിലിടണ്ട അതാണ് എല്ലാവരും ലാസ്റ്റ് ആവുന്നത് ശംഭുവിനൊന്ന് തരട്ടെ അപ്പോഴേക്കും ഇവിടെ ഉണ്ടാവണം അറിയില്ല 1 മിനിറ്റ് ആയി കേട്ടോ 1 മിനിറ്റ് അല്ല 1 മിനിറ്റ് 5 സെക്കൻഡ് വെള്ളം വേണോ വേണ്ട ഗെയിമിനിടയിൽ വെള്ളമില്ല പാവം മൂന്നാമത്തെ ഉണ്ണി മൂന്നാമത്തേണ് അതെ പതുക്കെ കേട്ടോ പതുക്കെ അവിടെ വായിലുള്ളത് ഇറക്ക് ചിരിക്കണ്ട പതുക്കെ ശരി ബാബുട്ടി അവർക്ക് വിട്ടുകൊടുക്ക് ഞാൻ വാവ പതുക്കെ ചിരിക്കണ്ട വെള്ളം വേണോ എന്നാ പോയി കുടിച്ചിട്ടോ പോയിട്ട് ചെമ്പ് കുറേശ്ശെ കഴിക്കി ആ മഴവെള്ളത്തിൽ കുറച്ച് വായി കെട്ടി നോക്കട്ടെ ഉണ്ണിച്ചക്കൻ്റെ 2 കഴിഞ്ഞോ അവൻ 2 ഉണ്ണി രണ്ടാമത്തെ നിങ്ങൾ രണ്ടാമത്തെ അവൻ മൂന്നാമത്തെ നാലാമത്തേണ് സമയം കഴിഞ്ഞു ഉണ്ണിച്ചക്കൻ പൊട്ടിക്കണ്ട സമയം കഴിഞ്ഞു ഉണ്ണിടോ അതെ അപ്പൊ ഉണ്ണിച്ചക്കനെ ജയിച്ചിരിക്കണേ അപ്പൊ അണക്ക് 100 അവൾക്ക് 100 അണക്ക് 100 വാങ്ങി അവൻ 1000 വാങ്ങി അങ്ങനെ നേരത്തെ ഉള്ള അങ്ങനെ ഉണ്ടായത് അത് പറ്റില്ല കഴിഞ്ഞു പിന്നെ ദോഫി പിന്നെ 20 വയസ്സിന്റെ 25 വയസ്സിന്റെ ഉണ്ടാവുമല്ലോ പിന്നെ അമ്മച്ചനെ പിടിച്ചിരുത്തിയാൽ മതിയായിരുന്നു വെറുതെ അമ്മച്ചനെ ലാസ്റ്റ് ഇരുത്താ വെറുതെ ഇരുത്താ അല്ലേ അത് ഓഫ് ചെയ്യുന്ന അത് അടിച്ചോണ്ടിരിക്കണോ അതുകൊണ്ടാ കഴിക്കാത്തതില്ല അവൾക്ക് സാധിക്കില്ല കഴിക്കാൻ ഉണ്ണി കഴിക്കണല്ലോ പഴയ നേരത്തെ ഉണ്ണിച്ചക്കനും ചോക്കോബാറിൽ ടൈ ആയിരുന്നു അതിൽ അല്ല ഉണ്ണി ഇപ്പൊ അതെ ഒരു കുടുംബത്തില് 2 ഒരുമിച്ച് വെച്ചു നല്ല മഴയാണ് ഇനി എന്താ അടുത്തത് ഇവിടെ എങ്ങനെ ഇട്ടിരിക്കുന്നു കേട്ടോ ആ ചെറുതും കൂടെ പോയി മഴ പോയി അപ്പൊ നമ്മള് മറ്റേ ചെറിയ പാവം ഇതെന്തതിന് മുകളിൽ കൂടെ ഇട്ടിരിക്കുന്ന വെച്ചാൽ ബനിയൻ്റെ ഉള്ളിൽ കൂടെ ഇടുമ്പോൾ അങ്ങനെ കുത്തുമൊക്കെ ചെയ്യുമ്പോൾ ഒരു തരം ഇറിറ്റേഷൻ ആവണമെന്ന് പറഞ്ഞിട്ട് ബനിയൻ്റെ മുകളിൽ കൂടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഇനി ചെറിയ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത് ഓരോന്ന് കൊടുക്കാം ശംഭു ഇവരുടെ കൂടെ എത്രയ്ക്ക് പിടിച്ചു നിൽക്കും നമുക്ക് നോക്കാം ഈ 1500 രൂപ ആര് കൊണ്ടുപോകുന്നു നോക്കാം 500 മിസ്സിങ് ആണല്ലോടാ ഇല്ല അപ്പോൾ ഈ 1500 1000 ഇവൻ വാങ്ങിച്ചു 500 നോക്കാം ശരി അവര് തീരുമാനിക്കട്ടെ ആര് ജയിച്ചു എന്നുള്ളത് അതെ അവിടെ വയസ്സും കൂടി മാനിക്കണം നിങ്ങൾക്ക് എന്തായാലും വൈകിട്ട് നല്ല ചിലപ്പോൾ ഇടി മഴയും കൂടെ ചെയ്യാം ഉണ്ണിമ അവർ അങ്ങോട്ട് ഇരിക്കും അത് എല്ലാവർക്കും ഒന്ന് പൊട്ടിച്ചെടുത്ത് കൊടുക്ക്
വെറുതെ ഷാമ്പൂവിന് ഒരു കമ്പനി കൊടുത്ത് ഒന്നൊക്കെ കഴിച്ചാൽ മതി. ആ ഷാമ്പൂ ഉണ്ട്. ഒളിച്ചൊക്കെ അങ്ങോട്ട് ഇരിക്കടാ, അങ്ങോട്ട് ഇരിക്കടാ. കഴിച്ചൊന്നും കഴിച്ചു. അമ്മച്ചനെ എല്ലാരും വിളിച്ച് ആ ഇരുത്താ ഉണ്ണി വേഗം. ശമ്പു ഒന്ന് കഴിച്ചാൽ മതി, കാരണം ഒത്തിരി കഴിക്കണ്ട. ഒന്ന് കഴിച്ചാൽ മതി. ഒരാഗ്രഹത്തിന് ഒന്നൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ അച്ഛന്, ഒത്തിരി ഒന്നും കൊടുക്കില്ല. പക്ഷെ അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിന് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പാവങ്ങ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഐസ്ക്രീം. അപ്പോൾ ശമ്പുവിന് കൊടുത്തിട്ടുണ്ട്. അതെ എല്ലാവരും വെക്കി, മറ്റത് വെക്കി. അല്ല എന്നാലും ഒരു മിനിറ്റ് വെക്കി, എന്നാലും ഒരു മിനിറ്റ് വെക്കി, അപ്പോഴൊരു രസം. ഉണ്ണി വല്ലാണ്ട് കൂടുതൽ കഴിക്കാനും പാടില്ല. ആ ഒന്നും കഴിക്കാം വേണ്ട, നിങ്ങൾ വേഗം കഴിച്ചോട്ടെ. അതെ ആ ശംഭുവിന് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനാണ് അവര്. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട്. അയ്യോ പാവട്ടോ ഒന്ന് സ്പീഡാക്കിക്കോ. പോരെ പോരെ, നിങ്ങളൊന്നും പോരാട്ടെ. ശംഭുണ് ഫസ്റ്റ് നിക്കണത്. പാവട്ടോ ഒന്നും കൂടി കൊടുക്കാം. 2 എണ്ണം കൊടുക്കാം കേട്ടോ, ഒത്തിരി കൊടുക്കില്ല. 2 എണ്ണം എല്ലാം കഴിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാം. അപ്പൊ വെറുതെ വന്നിട്ട് 500 ഉണ്ട്. അത് അലാറം അടിച്ചോ, അലാറം അടിച്ചു കേട്ടോ, അലാറം അടിച്ചു. അതെ അപ്പൊ അതെ മിടുക്കനാണല്ലോ. ഡബിലൊക്കെ എത്ര ഉണ്ട്? ശരി ശരി അത് പറഞ്ഞ എന്താ പറഞ്ഞ അല്ലേ ഞാനും പോയിട്ട് വെറുതെ പൈസ ഞാനും ഇല്ല. നമ്മള് വിളിച്ചതാണ്, അല്ലാണ്ട് ആള് ശംഭു ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുക നമ്മള് വേഗം. ഓക്കെ നീ എല്ലാ ചാലഞ്ചിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ ക്യാഷ് പ്രൈസ് ആണ്. ഒരു യൂട്യൂബ് ചാലഞ്ചിൽ വരില്ലേ അടിക്കേ ഒരു യൂട്യൂബ് ചാനൽ ഒരു അല്ലേ ഒരു യൂട്യൂബ് അല്ലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്താലോ? ഒന്ന് ഓഫ് ചെയ്യോ അത്? വേണ്ട അല്ലേ അല്ല ഭാര്യനും കൂട്ടിയിട്ട് വെറുതെ ശരി പോട്ടെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. നമ്മള് അമ്മച്ചന്റെ അടുത്ത് ലവ് സ്റ്റോറി ചോദിച്ചു, എങ്ങനെ വളച്ച അമ്മമ്മേനെ ചോദിച്ചു. അപ്പൊ അമ്മമ്മക്ക് ഇങ്ങനെ ഇത്തി വലിഞ്ഞ് പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പൊ ഇനി ഞാൻ വളഞ്ഞല്ല, ഇനി കാർത്തികനെ ഇനി അമ്മമ്മേനെ വളച്ച സ്റ്റോറി പറയാൻ ഞാൻ വളയുന്നു. കാരണം അവർക്ക് വയ്യ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇനി അമ്മച്ച ഇടയ്ക്ക് ഒരു കോമഡി പറയൂട്ടെ. ഇനിയൊരു കോമഡി നമ്മുടെ മണിയും ഇതേപോലെ തന്നെ ഓരോ ഇതിലും ഇങ്ങനെ ഒരുപാടൊന്നും കോമഡി അറിയില്ല, പക്ഷെ പറയണ കോമഡി സീനാണ്. അതെ അതെ നല്ല കോമഡി. എൻ്റെ അടുത്ത് എങ്ങനെ പറയേ ഏട്ടൻ പറയേ കുഞ്ചൂസേ നീ ആ കുട്ടികളുടെ അടുത്ത് നോക്കിയും കണ്ടിരുന്നു, അവറ്റ് നിന്നെ വളയുന്നു പറയും. എപ്പോഴും പറയും കേട്ടോ ഒരു വാക്ക് ഇങ്ങനെ പാവും. പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ, അമ്മച്ചന് ഇനിയൊരു കോമഡിയും കൂടി ഉണ്ടായിരുന്നു. എന്താ അറിയോ, ഇന്നലെ മിഞ്ഞാന്നിട്ട് മണിയും പറയുന്ന അങ്ങനെ അമ്മച്ചനെ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് വീഡിയോ കോളും ഒക്കെ വിളിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്നോട് ഇങ്ങനെ പൂരത്തിന്റെയും അവിടെ വിഷുവിലേക്ക് ആവാറായിട്ടോ. അപ്പൊ അങ്ങനെ പറയാണ് അവിടെ മറ്റേ തോട്ടക്കരയിലെ
ആ തോട്ടക്കരയിലെ പുലിയില്ല അവിടെ ഞാൻ ചോദിക്കണേ ആരാ പുലി ആരാ തോട്ടക്കരയിലെ പുലി ആൾക്കാര് സീരിയസ് ആയിട്ട് പറയാ തോട്ടക്കരയിലെ പുലിയില്ല അപ്പൊ അവിടെ ഞാൻ ചോദിച്ചാ ആരാ പുലി ആരാ തോട്ടക്കരയിലെ പുലി ഞാൻ തന്നെ അതൊക്കെ അപ്പൊ വീഡിയോ കോളൊക്കെ ഇങ്ങനെ വിളിക്കും കേട്ടോ അമ്മച്ചനെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞ ആള് സർജറി ഇവിടെ സർജറി കഴിഞ്ഞ് ഇരിക്കുമല്ലേ അപ്പൊ എല്ലാരും ഇങ്ങനെ വിളിക്കും കേട്ടോ പിന്നെ അതൊക്കെ വേസ്റ്റ് മാറ്റിട്ട് കേട്ടോ ഇതിന്റെ വേസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് തന്നെ ഇടണേ അപ്പൊ എല്ലാരും വിളിക്കുമ്പോ അവര് അവളില്ലേ നേരത്തെ ഐസ്ക്രീം ഫ്രിഡ്ജ് കൊണ്ടേക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പുറത്തുനിന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് വന്നിരുന്നു അയ്യോ ഉണ്ണി അങ്ങനെ ഉണ്ണി ഇരുന്നു പക്ഷെ ഉണ്ണി അങ്ങനെ ഒന്നും കണ്ടു നിൽക്കുന്ന ഒരാളല്ല അതുകൊണ്ട് എന്റെ 2 കുട്ടികളും അങ്ങനെ പക്ഷെ ഉണ്ണി ഒന്നും കൂടി വീട് വൃത്തിയാക്കണേൽ മിടിക്കുകയാണ് കേട്ടോ ഇവര് രണ്ടുപേരുടെ അടുത്ത് എന്നെ പറ്റി ചോദിക്കുകയും ചെയ്തത് ചോദിക്കുകയാണെങ്കിൽ മമ്മയുടെ കുടുംബക്കാരുടെ അടുത്ത് ചോദിക്കണം നല്ല കുട്ടിയാരായിരിക്കും വാവ പറഞ്ഞ ഉണ്ണി ചെയ്യുമല്ലോ എന്നുള്ള ഉണ്ണി ചെയ്യുമല്ലോ എന്നുള്ളതിൽ വാവ മാറുന്നൊക്കെ നിനക്ക് കോമഡി പറയട്ടെ അപ്പൊ അതിപ്പോ ഇങ്ങനെ വിളിച്ചപ്പോ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കും അപ്പൊ വിളിക്കുമ്പോ എന്താ ഇങ്ങനെ അമ്മച്ചനെ കുറിച്ചൊക്കെ ചോദിക്കും അപ്പൊ ഒരു കുട്ടി വിളിച്ച മണിയമ്പറയിൽ തന്നെ അമ്മച്ചന്റെ എല്ലാവരും മക്കളാട്ടോ പെൺമക്കളും പോലെ എല്ലാ കുട്ടികളും സ്നേഹിക്കും അപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി വിളിച്ചപ്പോൾ എന്താ അമ്മച്ചനോട് ഇങ്ങനെ അമ്മച്ചൻ്റെ വയറിലൊരു മുഴ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അന്നേ പറഞ്ഞതല്ലേ അമ്മച്ച നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പണമുഴയാണ് പറഞ്ഞു എന്നിട്ട് അമ്മച്ചൻ പറയണേ ഭാഗ്യം മുഴയണത് നിക്ക് പണമുഴല്ല അന്നേ നോക്കാൻ പറഞ്ഞില്ലേ അമ്മച്ച ഞാൻ ചെറിയൊരു മുഴ ആകുമ്പോൾ തന്നെ അപ്പം അമ്മച്ചൻ പറഞ്ഞത് ഭാഗ്യമുഴയാണ് ഭാഗ്യമുഴ അപ്പോൾ ഭാഗ്യമുഴയാണെന്ന് പറഞ്ഞു അപ്പം അമ്മച്ചൻ ഭാഗ്യമുഴയാണ് പറഞ്ഞു നിക്ക് നിർത്താൻ പറ്റുന്നില്ലേ കാരണം ഇടയ്ക്ക് ഒരു കൗണ്ടർ അടിച്ചാല് നിക്ക് ഞാൻ പറയട്ടെ അപ്പൊ അത് ചിരി വന്നിട്ടാണ് കേട്ടോ അപ്പൊ ഭാഗ്യമുഴയാണ് പറഞ്ഞിട്ട് ഡോക്ടർമാര് ഭാരതപ്പുഴ പോലെ കീറി മുറിച്ചു അങ്ങനെയല്ല ഭാഗ്യമുഴയാണ് പറഞ്ഞിട്ട് ഇപ്പൊ ഭാരതപ്പുഴ പോലെ കീറി മുറിച്ചിട്ടിരിക്കുകയാണ് ചൂടുവെള്ളം തരാം ഇതിപ്പോ കുറച്ച് വേദനയൊക്കെ ഉണ്ട് തോന്നൂട്ടാ അത് പാവം വേദന തിന്നിട്ട് ഇരിക്കുകയാണോ വേദന ഇല്ലേന്നും അറിയില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ മഴയത്ത് എടുത്ത ഒരു ചലഞ്ചാണ് പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുവരെ നമ്മളിങ്ങനെ ചലഞ്ച് ചെയ്തിട്ടില്ല കാരണം അമ്മച്ചനെ കൂട്ടിയിട്ടൊക്കെ നല്ല രസമായിരുന്നു പറ അതെ അതെ ഇനി നമ്മൾ ഇതിൽ നല്ല നല്ല ചലഞ്ചുകൾ കൊണ്ടുവരും കേട്ടോ നിങ്ങൾ എന്തൊക്കെ ചലഞ്ച് ഉണ്ടെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാ അല്ലേ അപ്പൊ എന്താ പറയാ അപ്പൊ ഈ ഒക്കെ പോയി അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി നല്ല നല്ല ചലഞ്ചുകളൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് നമ്മുടെ തറവാടുണ്ട് ഉണ്ണിവാവ വ്ളോഗ്സ്, ചിലപ്പോൾ 2.0 മാത്രം കാണുന്നവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ഉണ്ണിവാവ വ്ളോഗ്സ് കാണണം. അത് നമ്മളുടെ ഫസ്റ്റ് ചാനലാണ്. ഉണ്ണിവാവ വ്ളോഗ്സ് പോയിട്ട് പറയണം 2.0 കാണുന്നത്. അപ്പോൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് ചിലപ്പോൾ ഈ ചാനൽ കാണുന്ന വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ ജയിച്ച് വെച്ചാൽ അവർക്കൊക്കെ കൊടുക്കാം പൈസ ഇല്ലേ? ശരി, നിങ്ങളില്ലേ? ഇനിയിപ്പോ എന്റെ ജഡ്ജ്മെന്റ് എന്തെങ്കിലും തെറ്റെന്തെങ്കിലും ആണെച്ചാലോ അപ്പൊ നിങ്ങൾ പറയണം എന്താണ് കറക്റ്റ് ആയിട്ട് ആരാ ജയിച്ചെന്നുള്ളത് കമന്റ് ഇടണം കേട്ടോ. എനിക്ക് ശംഭു ജയിച്ചു എന്ന് പറയാനാണ് ഇഷ്ടം. പറയുമ്പോ
ഈ ചെറുതില്ലേ ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ എന്തായാലും ഇത്ര ഇത് വാവക്കുട്ടിക്ക് കൊടുത്തുവിട്ടെ. നമ്മള് ഔദ്യോഗികമായിട്ട് ഈ ചാനല് കൈയടിക്കും, എല്ലാരും കൈയടിക്കും. വാവക്കുട്ടിയുടെ കഴിവാണ് ഇതില് അടുത്തത് 200 എത്തിക്കല്. ഉണ്ണിക്ക് ചാനൽ കൊടുത്തപ്പോൾ പെട്ടെന്ന് 100 എത്തിച്ചു. അല്ല എന്താ ഇപ്പൊ 100K പെട്ടെന്ന് അടിക്കാൻ കാരണം അതാണ് ഉണ്ണിക്ക് വീഡിയോ ചാനൽ കൊടുത്തപ്പോൾ ഉണ്ണി പെട്ടെന്ന് 100 അടിച്ചു. ഗോൾഡൻ പ്ലേ ബട്ടൺ അതല്ല 200 ആക്കട്ടെ, എന്നിട്ട് അടുത്തേക്ക് പോവാം. നമ്മളെ യൂണിവേഴ്സിനോട് നമ്മൾ കുറേ ചോദിക്കണം. അതെ, അപ്പൊ നമ്മൾ ഡയമണ്ട് പ്ലേ ബട്ടൺ തന്നെ കൊണ്ടുപോവാ. മറ്റു സ്വർണ്ണം ഞങ്ങൾക്ക് വാവ വന്നിട്ട് ഉണ്ണി ഒരാഴ്ച മുന്നേ എടുക്കാൻ പറഞ്ഞതാണ്. ഒരാഴ്ച മുന്നേ പറഞ്ഞതാണ് ഈ വീഡിയോയിലില്ലേ ഒരാഴ്ച അല്ല ഉണ്ണി തന്നില്ല, അപ്പൊ അവൾക്ക് കൊടുക്കാനാണ്. എല്ലാവരും മേടിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരാൻ ഭയങ്കര അതല്ലേ വാവേ, അതല്ലേ ഇടയ്ക്കിടയ്ക്ക് വാവേന്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മയ്ക്ക് ഞാൻ കൊറേ സ്വർണം കൊണ്ട് തരാ പറയും. അപ്പൊ ഞാൻ പറയും വേണ്ട, ആൾക്കാർ തല്ലുപിടിച്ച് അവനെനിക്ക് വയ്യ പറയും. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇല്ലേ മമ്മി, ഇത്ര നേരം ടെൻഷൻ അടിച്ച് എനിക്ക് ഒന്നാമത് പീരീഡ്സ് ആണ്, പിന്നെ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയി. എന്തായാലും 4 പേർക്ക് അതാണ് ഞങ്ങൾക്ക് 4 ആള്, ഇവര് 4 ആളും കൂടി എന്നെ ഇത്തിരി ഹാപ്പി ആയിട്ട് കേട്ടോ. ശരി ശരി, അപ്പൊ ഞാനെന്നാ സമ്മാനം തരാം. ഹാപ്പി ഡാൻസ് ഉണ്ട്. എന്താ 2 വേണോ? 2 വേണോ? ആ ശരി, ഹാപ്പി ഡാൻസ് കളിക്ക് വൈൻഡപ്പ് ചെയ്യട്ടെ. വാവിച്ചിപ്പോ ഒന്നിച്ചൊക്കെ ചവിട്ടാതെ പോടാ. വേറെ എന്നിട്ട് എന്റെ അടുത്ത് തീർക്കുള്ളൂ ഇത്രയും. വേണ്ട അതിനിപ്പോ വയ്യ, വേണ്ട ശമ്പൂന് വിളിക്കണ്ട. വാ പറ, എനിക്ക് 200 പറ. ഉണ്ണി അത് വഴിക്കൊന്ന് എടുത്തേക്ക് കേട്ടോ. അത് ഇതൊക്കെ കഴിച്ചിട്ട് ഉണ്ണിച്ചക്കനോട് കഴിപ്പിക്കാം. വേറെ ഡാൻസ് കളിച്ചു കൊടുക്കട്ടെ, വേറെ ഡാൻസ് കാണിച്ചു കൊടുക്കട്ടെ ഉണ്ണിച്ചക്കന്റെ മറ്റേ ഇന്നർ ഇല്ല അതിടാട്ടോ. ഒരു ഇതിൽ വേണ്ട, നമുക്കത് ഉണ്ണിവ വ്ളോഗ്സ് ഇടാം. ഇത് നിങ്ങൾ ഇത് കാണുന്നവര് ഒരു അടിപൊളി ഒരു വീഡിയോ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ, പോയി കണ്ടോ. ഓക്കെ ശരി കേട്ടോ, ഞാൻ സമ്മാനം എടുത്തിട്ട് വരട്ടെ. പറ്റിച്ചാണ് വീഡിയോക്ക് വേണ്ടി. എനിക്കും ഇല്ല, ശമ്പൂനില്ല. ധാരാളല്ലേ, 1000 കിട്ടിക്കൊണ്ടിരുന്നാണ് പോയി. കമ്മിറ്റീന്റെ ആളല്ലേ. അപ്പൊ നമ്മള് ഫസ്റ്റ് വിന്നർ ഉണ്ണിച്ചക്കനാണ്. 500 രൂപ എന്താണ് ചോക്കോബാറിന്റെ ജയിച്ചത്, 500 രൂപ ലേസിന്റെ ജയിച്ചത്. ഇനി ഇതൊരു ശീലാക്കണ്ട, അത് അങ്ങോട്ട് മാറിയിരിക്കും. പോ നീ പോയിട്ട് വീഡിയോ എടുക്കും, പോയിട്ട് പോ. നിങ്ങൾ 2 ആളും കൂടെ വരും. നിക്ക് നീ ശംഭുവിനുള്ളത്, നീ ഉണ്ണി വാ. ശംഭുവിനുള്ള പാലിനെണ്ണം കൊടുക്കും. ശംഭു എണീച്ചേക്ക്. വേണ്ട, അവിടെ ഇരുന്നോളൂ. ശംഭുവിനുള്ളത് ഇതിപ്പോ എവിടെ എടുത്തോണ്ടെന്ന്? ഇത് ശംഭുവിന് ജയിച്ചതിനുള്ളത്, ഇത് എന്റെ സ്നേഹം. എനിക്കും വന്നില്ലല്ലോ. അയ്യോ സോറി, തരാം. ഇനി വേണ്ട, സോറി ഒന്നും എനിക്ക് വേണ്ട. ഇത് എന്റെ ഉണ്ണി, എന്റെ വാക്കുട്ടിക്ക് ഇങ്ങനെ എന്നെങ്കിലും പിന്നാക്കം തന്നോട്ടോ. നമ്മുടെ പോരാളി പിന്നാക്കം നമ്മുടെ കുട്ടിക്കുമ്പോ തന്നെ ചോദിച്ചു
വാങ്ങിച്ചു വാങ്ങിച്ചില്ല അർത്ഥമില്ല. ശംഭുവിന്റെ മേടിച്ചിട്ട് ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കണേ. ശമ്പൂന് കൊടുത്തതല്ലേ സ്നേഹം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇനി അത് പറ്റില്ല. ഒരാൾ കൊടുത്ത സ്നേഹം മറ്റേ കൊടുക്കാൻ പാടില്ല. ഈ ലവ് ചിഹ്നമുള്ളിടത്തോളം കാലം സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ്. ഹൃദയത്തിലൊട്ടിക്ക്. എന്താ വേമേ? ഞാൻ 500 തിരിച്ചു ആരും പോകല്ലേ കയ്യിലിടുന്നുണ്ടോ? എന്റെ മകനാണ് എന്റെ കുട്ടി ചുമ്മാ കൊടുക്കാൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അടുത്തൊരു വ്ളോഗ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.